പിന്നെ വന്നൊരു വലിയ ചേഞ്ച് എന്നത് കസ്റ്റമേഴ്സ് ആർ ഗോയിങ് ബിഹൈൻഡ് എക്സ്പീരിയൻസ് റാദർ ദാൻ ജസ്റ്റ് ഷോപ്പിംഗ്. അതേപോലെ കൺവീനിയൻസ്, ഈസിനെസ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഘടകമായി മാറിയിട്ടുണ്ട്. ഒരു ഷോപ്പിംഗ് നടത്തിയാൽ മുമ്പ് അത് നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അത് നാലാളെ അറിയിക്കുക എന്നത് ഭയങ്കരമായൊരു കാര്യമായിട്ട് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യപ്പെടാൻ മാത്രമുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു ഷോപ്പിങ്ങിൽ നിന്നും കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മളെ ഷോപ്പിൽ വരുമ്പോൾ കസ്റ്റമേഴ്സിന് ആ കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടില്ലെങ്കിൽ, അങ്ങനെയുള്ള ഒരു കാറ്റഗറി കസ്റ്റമറെ നമുക്ക് മിസ്സാവും. അവർ ഷിഫ്റ്റ് ആവും നമ്മളിൽ നിന്ന് മറ്റൊരു ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഷോപ്പിലേക്കോ ബിസിനസ്സിലേക്കോ പ്രൊഡക്ട്സിലേക്കോ അവർ ഷിഫ്റ്റ് ആവും. അതൊരു വലിയ ഘടകമാണ്. അതേപോലെ തന്നെയാണ് പാർക്കിംഗ് സ്പേസ്, അതേപോലെ ഈസ് ടു റീച്ച്, നമ്മളെ ഷോപ്പിൽ എത്തിപ്പെടാൻ പറ്റുന്ന നമ്മളുടെ ലൊക്കേഷൻ സെലക്ഷൻ്റെ ഒരു വലിയ ഘടകമാണ് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ. ആൾക്കാർക്ക് സമയമില്ല, പെട്ടെന്ന് എത്തിപ്പെടുക, അതേപോലെ വണ്ടി പാർക്ക് ചെയ്ത് കയറി കാര്യങ്ങൾ നേടുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇപ്പോഴുള്ള ഒരു ഫാസ്റ്റ് ലൈഫിൽ അവർ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതേപോലെ കസ്റ്റമർ കെയറിങ്, ആ ഒരു കസ്റ്റമർ വന്ന് ഒരു പർച്ചേസ് കഴിയുന്നത് വരെ അവരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതടക്കം ഇപ്പോഴത്തെ നമ്മളുടെ ഒരു സസ്റ്റൈനബിലിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.